സർക്കാർ ജീവനക്കാരുടെ അർഹമായ ആനുകൂല്യം തടഞ്ഞുവെക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരെ നിരാഹാര നിൽപ്പ് സമരവുമായി കേരള NGO സംഘ്. ക്ഷാമബത്ത ഔദാര്യമല്ല, അവകാശമാണെന്ന മുദ്രാവാക്യമുയർത്തിയാണ് നിരാഹാര നിൽപ്പ് സമരം നടത്തിയത്. മുൻ DGP TP സെൻകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നൽകാതെ തടഞ്ഞുവെക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ നിലപാടിനെതിരെയാണ് NGO സംഘ് നിരാഹാര നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. സമരം മുൻ DGP സെൻകുമാർ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും ഇത് ജീവനക്കാരോടുള്ള ഒരു പുച്ഛവും വിവേചനവും കാണിക്കുന്നതാണെന്ന് മാത്രമല്ല, അത് സുപ്രീം കോടതി സർക്കാർ ഉദ്യോഗസ്ഥരോട് ഇത്രയും ക്രൂരത കാണിക്കുന്ന മറ്റൊരു ഭരണകൂടം സംസ്ഥാനത്തുണ്ടായിട്ടില്ലെന്ന് NGO സംഘ് ജനറൽ സെക്രട്ടറി S. രാജേഷ് പറഞ്ഞു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരോട് ഇത്രയേറെ ക്രൂരമായ ഒരു നടപടി തുടർന്ന ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിലില്ല. ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും എല്ലാം ഒന്നൊന്നായി കവർന്നെടുത്ത സർക്കാർ കേരള ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിലൂടെ ആ സർക്കാർ ജീവനക്കാരോട് ഒരു വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. ക്ഷാമബത്ത ജീവനക്കാരുടെ അവകാശമല്ലെന്നും അത് എങ്ങനെ എപ്പോൾ നൽകണമെന്നുള്ളത് സർക്കാരിന്റെ വിവേചനാധികാരമാണെന്നും നിയമപരമായ അധികാരമാണെന്നും ഒക്കെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതിലൂടെ നിലവിലുള്ള ക്ഷാമബത്ത ഇക്കാലമത്രയും നാളിതുവരെ സർക്കാർ ജീവനക്കാർക്ക് അനുവദിച്ചിരുന്ന ക്ഷാമബത്ത അത് കേന്ദ്ര ജീവനക്കാർക്ക് ലഭ്യമാകുന്നതിന് ആനുപാതികമായി അവർക്ക് അനുവദിക്കുന്ന അതേ കാലയളവിൽ തന്നെ സംസ്ഥാന ജീവനക്കാർക്ക് അനുവദിച്ചിരുന്ന ഒരു നിലവിലുണ്ടായിരുന്ന സമ്പ്രദായം അത് അട്ടിമറിച്ചുകൊണ്ടാണ് ഈ സർക്കാർ ഇങ്ങനെ ഒരു സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. പല പദ്ധതികൾക്കായി കോടികൾ ചിലവിട്ട് ധൂർത്ത് നടത്തുന്ന സംസ്ഥാന സർക്കാർ ജീവനക്കാരോട് അനീതി കാണിക്കുന്നുവെന്ന് NGO സംഘ് സംസ്ഥാന പ്രസിഡന്റ് J. മഹാദേവൻ കുറ്റപ്പെടുത്തി. അക്രമത്തിലൂടെ കേരളത്തെ നശിപ്പിച്ച് കേരളത്തിന്റെ വികസനത്തെ ഇല്ലായ്മ ചെയ്യുന്നതിൽ ഇടതുപക്ഷത്തിന്റെ പങ്ക് വളരെ വലുതാണ്. അക്രമത്തിലൂടെ ഭയപ്പെടുത്തി തങ്ങളോടൊപ്പം നിർത്തുക എന്നതാണ് ഇടതുപക്ഷ നയം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭരണാധികാരികളായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു നിരാഹാര നിൽപ്പ് സമരം അത് നടത്തിയാൽ അവിടെ എന്താണ് അതിൻ്റെ പ്രയോജനമെന്ന് ജീവനക്കാർ തന്നെ ചോദിക്കുന്നുണ്ട്. കാരണം ബോധമുള്ളവൻ്റെ അടുക്കൽ വേണ്ടേ ബോധപൂർവമായ ഒരു സമരം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നിരാഹാര സമരം എന്നാണ് അവർ ചോദിച്ചതിൻ്റെ അർത്ഥം. ക്ഷാമബത്ത കുടിശ്ശികയും അനുവദിച്ച ക്ഷാമബത്തയുടെ മുൻകാല പ്രാബല്യവും നൽകുക, 12ാം ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പാക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് ഇടത് സർക്കാർ വാക്ക് പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം സംഘടിപ്പിച്ചത്. ജനം, തിരുവനന്തപുരം.